അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു വലിയ പ്രോഗ്രാം നടന്നു. ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ മേളകളിൽ ഒന്നായിരുന്നു കോഴിക്കോട് നടന്നത്, KLF. ഈ KLFിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള സാഹിത്യ മേഖലയിലെ ആളുകൾ മാത്രമാണോ ശരിക്ക് വരുന്നത്? ഇല്ല, ചിന്തകന്മാരും എഴുത്തുകാരും സിനിമാ മേഖലയിലുള്ളവരൊക്കെ വരുന്നുണ്ട്. അതിലുപരി ഇത്തവണത്തെ ഈ വർഷത്തെ ഒരു പ്രധാന അതിഥി എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഒരു സൂപ്പർ ഐക്കൺ എന്നൊക്കെ പറയാവുന്ന ഒരു സൂപ്പർ വുമൺ, നമ്മുടെ ഇന്ത്യക്കാർക്ക് പ്രിയങ്കരി എന്ന് പറയാവുന്ന ഇന്ത്യൻ വംശജ കൂടിയായ അമേരിക്കക്കാരി സുനിത വില്യംസ്. വലിയ ബഹിരാകാശ യാത്രികയാണ്, നിരവധി റെക്കോർഡുകൾക്ക് ഉടമയാണ്. സുനിത വില്യംസ് എങ്ങനെ നമ്മുടെ വിഷയവുമായി കണക്ട് ആകുന്നു എന്നുള്ളതാണ് ആദ്യം. അഥവാ സുനിത വില്യംസ് കേരളത്തിലേക്ക് വന്നത് കേരളത്തിലെ KLF പോലെ ഒരു സാഹിത്യ മേളയിൽ മുഖ്യാതിഥിയായി വന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ യുവതലമുറയെ, യുവാക്കളെയൊക്കെ പ്രചോദിപ്പിക്കാനാണ്, സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ്. അഥവാ ബഹിരാകാശ യാത്ര എന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ന് നിലവിൽ എല്ലാവരും സ്വപ്നം കാണുന്ന, പ്രത്യേകിച്ച് ശാസ്ത്രമേഖലയിൽ തൽപരരായിട്ടുള്ളവരെല്ലാവരും സ്വപ്നം കാണുന്ന അടുത്തൊരു ലോകത്തിന്റെ തുടക്കം കൂടിയാണ് ഈ ബഹിരാകാശ യാത്ര എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ബഹിരാകാശ യാത്രിക, ഒരുപാട് റെക്കോർഡുകൾക്ക് ഉടമ, അവര് കേരളത്തിലേക്ക് വന്നു, നമ്മുടെ കൺമുന്നിൽ വന്നു. അവരുടെ വലിയ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു. എല്ലാവരും വളരെ ആവേശത്തോടെ അവരെ കാണാൻ വേണ്ടി മാത്രം KLFിൽ പങ്കെടുത്തവരൊക്കെ ഉണ്ട്. ഒരു ബഹിരാകാശ യാത്ര അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഖുർആനിൻ്റെ ഒരു വശത്തു കൂടി ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ സുനിത വില്യംസിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ അവർ എത്ര ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചത് എന്നുള്ളതൊക്കെ വലിയ ചർച്ചയാണ്. സുനിത വില്യംസ് ശരിക്ക് ജനിക്കുന്നത് 1965 സെപ്റ്റംബർ 19 അവരുടെ അച്ഛൻ ഇന്ത്യൻ വംശജനാണ്, ഗുജറാത്ത് വേരുകളുള്ള ഒരു സ്വദേശിയാണ്, ഡോക്ടർ ദീപക് പാണ്ഡ്യ. പിന്നെ അതുപോലെ തന്നെ അവരുടെ അമ്മ ഒരു അമേരിക്കൻ വംശജയുമാണ്. ടോട്ടൽ ബഹിരാകാശത്ത് അവർ ചെലവഴിച്ച ദിവസങ്ങളുടെ എണ്ണം കൃത്യമായി പറഞ്ഞാൽ 322 ദിവസം. അഥവാ ഏകദേശം ഒരു വർഷത്തിനടുത്ത് സുനിത വില്യംസ് ബഹിരാകാശത്ത്, നമ്മുടെ ഈ ഭൂമിക്ക് പുറത്ത് ജീവിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു വനിതയുടെ ഒരു മനോധൈര്യം, ശക്തി, അതൊക്കെ നമ്മൾ വല്ലാതെ അഭിനന്ദിക്കേണ്ടതാണ്. നമ്മളത് കണ്ട് പ്രചോദിതരാവേണ്ടതാണ്. വീട്ടിൽ നിന്ന് ഒരല്പ ദിവസം മാത്രം പുറത്തു പോയി നിൽക്കുന്ന നമ്മുടെ അവസ്ഥ, അങ്ങനെയുള്ള സമയത്താണ് ഒരു വർഷത്തിനടുത്ത് വീട്ടിൽ നിന്നല്ല, രാജ്യത്തിൽ നിന്നല്ല, ഭൂമിക്ക് തന്നെ പുറത്തു പോയി ബഹിരാകാശത്ത് ഒരു സ്ത്രീ താമസിക്കുന്നത്. സുനിത വില്യംസിന് നിരവധി റെക്കോർഡുകളുണ്ട് അവരുടെ പേരിൽ. സ്പേസിൽ ഏറ്റവും കൂടുതൽ താമസിച്ച ഒരു വനിത എന്നുള്ളതിലുപരി അവിടെ ഒരു മാരത്തൺ, അഥവാ ബോസ്റ്റൺ മാരത്തൺ എന്നാണ് അതിന് പേര്, ബഹിരാകാശത്ത് കൂടി ഓടിയ ആദ്യ സ്ത്രീ എന്നുള്ള റെക്കോർഡെല്ലാം സുനിത വില്യംസിന്റെ പേരിൽ തന്നെയാണ് ഉള്ളത്. അവരുടെ അവസാന യാത്ര ശരിക്കും ഒരു 7 ദിവസത്തിന് വേണ്ടി മാത്രമായിരുന്നു പോയിരുന്നത്. പക്ഷേ പല സാങ്കേതിക തടസ്സങ്ങൾ, ബഹിരാകാശ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാങ്കേതികമായിട്ടുള്ള ഫുൾ സെറ്റപ്പോടെയുള്ള ഒരു യാത്രയാണത്. എന്നിട്ടും അവർക്ക് ആ യാത്ര തടസ്സപ്പെട്ടു. ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള യാത്ര അവർക്ക് തടസ്സപ്പെടുകയുണ്ടായി. അവർ ദിവസങ്ങളോളം പിന്നീട് ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വന്നു. വെറും 7 ദിവസത്തിന് വേണ്ടി പോയ ഒരു യാത്രയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് വലിയ മനഃശക്തി, ധൈര്യം, കോൺഫിഡൻസ് എല്ലാം അത്യാവശ്യമായിരുന്നു. ആ സമയത്തെല്ലാം അവരുടെ മനോനില തെറ്റാതിരിക്കാൻ അവർ പുതിയ പുതിയ കാര്യങ്ങൾ ബഹിരാകാശ സ്പേസ് സെന്ററിൽ വെച്ച് പരീക്ഷിക്കുകയായിരുന്നു എന്നാണ് നമ്മോട് പങ്കുവെച്ചത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഇതൊരു പ്രചോദനമായി ഉൾക്കൊള്ളേണ്ടത്? ഇതിൽ ഖുർആൻ പറയുന്ന വശം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് സുനിത വില്യംസ് ഒരു ഖുർആൻ ബേസ് ചെയ്തു പോയി എന്നൊന്നും അല്ല. പക്ഷെ 1400 വർഷങ്ങൾക്ക് മുൻപ് ഖുർആനിക സൂക്തങ്ങൾ പ്രവാചകനിലേക്ക് അള്ളാഹു ജിബ്രീൽ മുഖേന എത്തിക്കുന്ന സമയത്ത് തന്നെ ബഹിരാകാശം അല്ലെങ്കിൽ ഭൂമി വിട്ട് യാത്ര പോവേണ്ടതിൻ്റെ പല കാര്യങ്ങളും ചില ആയത്തുകളിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അവയാണ് നമ്മൾ പറയുന്നത്. സൂറത്ത് അങ്കബൂത്ത്
അഥവാ 29-ാമത്തെ സൂറത്തിലെ 20-ാമത്തെ ആയത്തായിട്ട് പറയുന്നുണ്ട്, ഖുൽ സീറു ഫിൽ അർളി ഫൻദുറു കൈഫ ബദഅൽ ഖൽഖ്. ഖുർആൻ നമ്മോട് പറയാണ്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കൂ, സൃഷ്ടി എങ്ങനെ ആരംഭിച്ചു എന്നൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. കുൽ സീറു ഫിൽ അർള്, അഥവാ നിങ്ങൾ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സ്പേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് മുറികളിൽ ഇരിക്കൂ എന്നല്ല പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ ഒതുങ്ങിക്കൂടൂ എന്നല്ല. ഫൻദുറു കൈഫ ബദഅൽ ഖൽഖ്, നിങ്ങൾ നോക്കൂ, ചിന്തിക്കൂ, എങ്ങനെയൊക്കെയാണ് ഈ ഒരു സൃഷ്ടിപ്പ് തുടങ്ങിയത് എന്നെല്ലാം നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ച് കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിസ്റ്റർ, അവരൊരു ഡോക്ടറാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ആ പഠിക്കുന്ന സമയത്ത് പറഞ്ഞത്, നമ്മളൊരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉൾവശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിനെ നമ്മൾ വല്ലാതെ സ്തുതിച്ചു പോവും എന്നാണ്. എനിക്ക് എൻ്റെ ശരീരം ഇത്രയും ഘടനാപരമായിട്ടും ശാസ്ത്രീയമായിട്ടൊക്കെ ഇത്രയും സെറ്റായിട്ടാണല്ലോ എനിക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. നമ്മൾ കാണുന്ന വെറും കൈയും കാലും തൊലിയും കണ്ണും മൂക്കും മാത്രമല്ല മനുഷ്യനെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ആന്തരിക അവയവങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും ആ സ്റ്റുഡൻസിനൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവര് പറയാം, അങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരഘടന ഉൾവശം കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും വിശ്വാസിയാകാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്, ഖുർആൻ നമ്മളോട് ചിന്തിക്കാനാണ് പറയുന്നത്, ഭൂമിയിലൂടെ സഞ്ചരിക്കാനാണ് പറയുന്നത്, എങ്ങനെയാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത് എന്നൊക്കെ അതിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഗവേഷണത്തിനും ശാസ്ത്ര പഠനത്തിനും ഒക്കെ ഒരു തുറന്ന ഒരു എന്താ പറയാ അനുമതി നൽകലല്ലേ ശരിക്കും പടച്ച തമ്പുരാൻ പ്രവാചകനോട് ആയത്തിലൂടെ പറയുന്നത്. മറ്റൊരായത്ത് സൂറത്ത് റഹ്മാനിലെ ആയ നമ്പർ 33 പറയുന്നുണ്ട്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർള് എന്ന് പറഞ്ഞാൽ ജിന്നുകളോട് മനുഷ്യരോടൊക്കെ പടച്ച തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ ആകാശത്തെയും ഭൂമികളെയും ഒക്കെ കടന്ന് സഞ്ചരിക്കൂ എന്നാണ്. അതിനർത്ഥം എന്താണ്? നമ്മുടെ ഭൂമിയിൽ മാത്രം ഒതുങ്ങി കൂടുകയല്ല, ഭൂമിക്ക് പുറത്തേക്ക് ആകാശങ്ങൾ കടന്ന് സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നമ്മൾ ബഹിരാകാശ യാത്ര ഒക്കെ ഇന്നത് സാധ്യമാണല്ലോ. അന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും അത് പോസിബിൾ ആണോ എന്ന്, പക്ഷെ അത് സാധ്യമാണ്. അപ്പോൾ അന്നേ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭൂമി അതിർത്തികൾ കടന്ന് സഞ്ചരിക്കൂ എന്ന്. ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ ഭൂമിയിൽ മാത്രമല്ല ഒതുങ്ങി കൂടുന്നത്, പലരും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ബഹിരാകാശ യാത്രക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. ഇന്നത് പോസിബിൾ ആണ്. അപ്പോൾ ഖുർആനിൽ അന്നേ അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു റഹ്മാനിലെ 33-ാമത്തെ ആയത്താണിത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ എന്നാണ് ആയത്ത് ഫുള്ളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ശരിക്കുള്ള പ്രചോദനം എന്താണ്? സുനിത വില്യംസ് യാത്ര ചെയ്തു, അത് നമുക്ക് ഭൂമിയിൽ നിന്ന് കാണുന്ന പ്രചോദനമാണ്. ഇനി നമ്മൾ വിശ്വാസപരമായിട്ട് ഖുർആനിലും ഇതിനൊക്കെ പ്രചോദിപ്പിക്കുന്ന ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ അള്ളാഹു നമ്മോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകനിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗവേഷണത്തിനും പഠനത്തിനൊന്നും ഒന്നും തടസ്സമല്ല. അത് സ്ത്രീയാണോ പുരുഷനാണോ, ഇവിടെ പറഞ്ഞ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി എന്നാണ്. പുരുഷനെ എന്ന് മാത്രമല്ല, അവിടെ സ്ത്രീകളോടും പുരുഷനോടും എല്ലാവരോടും ജിന്നിനോടും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു സ്ത്രീ ആവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞു രാജ്യത്ത് ആവുക എന്നുള്ളതൊന്നും ഒന്നിനും ഒരു തടസ്സമല്ല. പഠിക്കണം, ഗവേഷണം നടത്തണം, ചിന്തിക്കണം എന്ന് തന്നെയാണ് ഖുർആനിൻ്റെ ഇത്തരം ആയത്തുകൾ, ഈ ആയത്തുകളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സുനിത വില്യംസ് നമ്മോട് കണക്റ്റ് ആവുന്നത് അവരുടെ ആത്മധൈര്യം കൊണ്ടും അവരുടെ ഇച്ഛാശക്തി കൊണ്ടും, ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്തു എന്നതുകൊണ്ടും മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ വംശജയാണ് എന്നതുകൊണ്ടൊക്കെയാണ്. ഒരു ഗുജറാത്ത് സ്വദേശിയുടെ മകളാണ് സുനിത വില്യംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ അതിൽ വകയുണ്ട്. കേരളം പോലെ ചെറിയൊരു സംസ്ഥാനത്തിലേക്ക് അവരെ പോലെ ലോകം അറിയുന്ന ഒരു ശാസ്ത്രജ്ഞയെ വിളിച്ച് അവർ നമുക്ക് പ്രചോദനം നൽകി എന്ന് പറയുമ്പോൾ അതിലും നമുക്ക് സന്തോഷിക്കാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മുടെ വിശ്വാസപരമായി ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളാം എന്ന് തന്നെയാണ്. ഈ പറഞ്ഞ ആയത്തുകളും മറ്റുമൊക്കെ മനസ്സിലാക്കുക, പുതിയ പുതിയ പഠനങ്ങളിലേക്ക്, പുതിയ മേഖലകളിലേക്ക് ഇതൊരു പ്രചോദനമായി ഉൾക്കൊള്ളുക. ഇസ്ലാമിൽ തഫക്കുർ എന്ന് പറയും. തഫക്കുർ എന്ന് പറഞ്ഞാൽ ഒരു ആഴത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പ്രപഞ്ചത്തിന്റെ വിശാലത കണ്ടെത്താൻ മനുഷ്യനോട് ആഴത്തിൽ ചിന്തിക്കാൻ പറയുകയാണ്. നമ്മൾ കാണാത്ത
എത്ര ലോകങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന നമ്മുടെ തൊട്ടടുത്ത മലപ്പുറം ജില്ല, അല്ലെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ കേരളത്തിനകത്ത്, ഇനി അതുമല്ലെങ്കിൽ തൊട്ടടുത്ത് ഊട്ടിയോ കൊടൈക്കനാലോ, അത് മാത്രമല്ലല്ലോ ഏറിയ ഒരു കാശ്മീർ, അല്ലെങ്കിൽ ഒരു ദുബായ്, അല്ലെങ്കിൽ ഒരു മലേഷ്യ, ഇത് മാത്രമല്ലല്ലോ, ലോകം മുഴുവനും സഞ്ചരിക്കാനും ചിന്തിക്കാനും ഒക്കെയാണ്, സൃഷ്ടി വൈഭവം കാണാനും ഒക്കെ തന്നെയാണ് ഇസ്ലാമിൽ അല്ലെങ്കിൽ ഖുർആനിലൂടെ അള്ളാഹു തആല പ്രവാചകനിലൂടെ നമ്മളോട് പറയുന്നത്. വേറൊരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ, തൊലബൽ അൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇൽമ് തേടൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്, അത് ഏത് അറിവായിക്കോട്ടെ, നമ്മൾ ശാസ്ത്രവും മാത്സും അതുപോലെ ഇനി ലാംഗ്വേജോ ഹിസ്റ്ററി എന്തോ ആയിക്കോട്ടെ, അറിവ് എന്ന് പറയുന്നത് തൊലബൽ അൽമി ഫരീദത്തുൻ, അത് എന്താണ്, നിർബന്ധമായ ഒരു കാര്യമാണ്, അനിവാര്യമായ ഒരു കാര്യമാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാവരുടെ മേലും എന്താണ്, അറിവ് തേടുക എന്നുള്ളത് ഒരു നിർബന്ധമായ ഒരു കാര്യമാണ്. അതിൽ വിജ്ഞാനം തേടല്, പിന്നെ ശാസ്ത്രം, ഗണിതം, ബഹിരാകാശം, ഇതെല്ലാം വിജ്ഞാനമാണല്ലോ അല്ലെ. അപ്പോൾ വിജ്ഞാനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന് ചെയ്യുന്ന ഒരു ഇബാദത്ത് കൂടിയാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ സ്വപ്നം കാണുക, കൂടുതൽ പ്രചോദിതരാവുക, കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ നമുക്ക് സാധിക്കുക. അതിന് ഇത്തരം ശാസ്ത്ര വനിതകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാം ഒക്കെ വലിയ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായിരുന്നു, നമ്മുടെ മുൻ രാഷ്ട്രപതി കൂടിയാണ്. അതുപോലെ ലോകത്തിന് മുന്നിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ കണ്ട് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളുക, നമ്മുടെ വിശ്വാസപരമായിട്ട് ഖുർആനിലും മറ്റും പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ശാസ്ത്രീയമായിട്ട് ഇന്ന് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക.